നീ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടാവും. നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ട്. കിടന്നുറങ്ങ്. അതെ, മാമന്റെ ഒപ്പമുള്ള കറക്കം നിർത്തിക്കോട്ടാ കേട്ടോ. നേരത്തിന് സ്കൂളിൽ എത്തണം കേട്ടല്ലോ നീ. എന്ത് പറ്റി മോളെ? ഞാനൊരു സ്വപ്നം കണ്ടു മാമ. ഓ, അതാണോ കാര്യം? ഇതേതാ പാട്ട്? ഇത് നമ്മുടെ പാട്ടാ മോളെ. ഇതിപ്പോ ആർക്കും വേണ്ടല്ലോ. ഇതാരും കേൾക്കണമില്ല, ആരും പാടണമില്ല. മാമ, ഇന്നെന്നെ കണ്ടൽക്കാട്ടിൽ കൊണ്ടുപോ. ഇന്നെങ്കിലും മോൾക്ക് മാമൻ ഒരു കാഴ്ച കാണിച്ചു തരാം. ഡാ മോനെ, ഇന്ന് എന്താ കോള്? കമ്മട്ടി ഞണ്ട്. ആ, തെയ്താരോ തെയ്താരോ. ഇതൊക്കെ എങ്ങനെയാ ഇവിടെ എത്തുന്നേ? ഓ, ഈ മനുഷ്യരുടെ ഓരോരോ കാര്യങ്ങൾ. ഇതെന്താ? ഇത് ഊന്നുവേരുകളാണ് മോളെ. വളരെ താഴെ ആഴത്തിലേക്ക് വളരുന്ന വേരുകളാണവ. പ്രകൃതി കെട്ടിയ കോട്ട പോലെ ഇവ തീരത്തിന് കാവൽ നിൽക്കും. അമ്മച്ചെടി പ്രസവിച്ച വിത്താണിത്. മാസങ്ങൾ വേണം പൂവായി, കായായി, വിത്തായി വളരാൻ. മുള പൊട്ടിയ വിത്ത് താഴെ വീഴും. താഴെ കിടന്നങ്ങനെ വളരും. മക്കൾക്ക് കൊടുക്കാൻ ഈ ഭൂമിയല്ലേ ഉള്ളൂ. മോളെ, നമുക്ക് പോവാം. ആ, പോവാ. ഈ കണ്ടലും ഞണ്ടും ഈ കാടും തോടുമൊക്കെയാണ് എൻ്റെ ജീവിതം. മാമനെ ഞാൻ കണ്ടൽ മാമൻ എന്ന് വിളിക്കട്ടെ?
കുറച്ചുകൂടി നേരത്തെ എത്തണ്ടാവും. എന്തായാലേ നമ്മൾ ഇന്നലെ അവിടെ വന്നപ്പോ ഇതാ കുടിക്കട്ടെ. ചേട്ടാ, ചേട്ടൻ ഇത് എന്തു പണിയാ കാണിക്കുന്നേ? എന്തടി ഓടി അവിടുന്ന്. ഇത് ആരുടെയൊക്കെ വീടാണെന്നറിയോ? ഒരു വീട്. ചേട്ടന്റെ വീട്ടിക്ക് സാധനങ്ങൾ വലിച്ചെറിഞ്ഞ ചേട്ടൻ ഇഷ്ടാവോ? എന്താ ഒരു ദേ, ചെയ്യുന്നത്? ചേട്ടന്മാരെ. ഞാൻ വിചാരിച്ചു എനിക്ക് ശേഷം ആരും ഉണ്ടാവില്ല എന്ന്. കണ്ടൽ മാമ, ഇപ്പൊ നമ്മള് മാത്രല്ല എല്ലാവരും ഒപ്പമുണ്ട്. നോക്ക്. മാമ, ഇനി ഞങ്ങൾ തുടങ്ങാൻ പോവാ. അപ്പാ, ഉണരേണ്ട സമയമായി. എണീക്ക്. നീ വീണ്ടും സ്വപ്നം കണ്ടൂലേ? മോളെ ഉറങ്ങിക്കോ. സമയം ഒരുപാട് വൈകി. കടലാമയ്ക്ക് മുട്ടയിടാൻ, ഞണ്ടുകൾക്ക് ഒളിച്ചിരിക്കാൻ, പക്ഷികൾക്ക് ചേക്കേറാൻ കടൽ തീരത്തൊരിടം വേണം. കരിങ്കൽ കല്ലുകൾക്കിടയിൽ കണ്ടൽ വെച്ച് കാടൊരുക്കിയാൽ കാറ്റിനെ തടയാൻ, കരയെ സംരക്ഷിക്കണം. കടലിനൊരു കണ്ടൽ ഭിത്തി.